എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അനാമികയും നയനും കൂടെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അനാമിക വായി തോന്നിയതെല്ലാം വിളിച്ച് പറയുന്നുണ്ട്. അതിനിടയ്ക്ക് നയനയോട് ഓരോന്ന് പറയുമ്പോൾ നയന ചോദിക്കും, നീ എന്താ ഉദ്ദേശിച്ചത്, നീ എന്നെ ഈ പറഞ്ഞു വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അനാമിക പറയുവാണ്, ഞാൻ നിൻ്റെ അച്ഛനെയും അമ്മയും പറ്റി തന്നെയാണ് ഉദ്ദേശിച്ചത്. അവർ ചീത്ത മനുഷ്യരാണ്. അവർ വളരെ വൃത്തികെട്ട രീതിയിലാണ് നിന്നെയൊക്കെ വളർത്തി വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും അല്ല മോശമായ രീതിയിൽ മക്കളെ വളർത്തി വെച്ചേക്കുന്നത്, നിൻ്റെ അച്ഛനും അമ്മയാണ് എന്ന് പറയും. അന്നേരം അനാമിക പറയുന്നുണ്ട്, നിങ്ങളെപ്പോലെയൊക്കെ തന്നെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരു സ്ത്രീയാണ് നിങ്ങളുടെ അമ്മയും. അതുകൊണ്ടാണ് നിനക്കൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പം നിൻ്റെ അമ്മയോടൊന്ന് ശരിക്കും ചോദിച്ചു നോക്ക്, ഇപ്പം കാണിച്ചു തന്ന ഗോവിന്ദൻ തന്നെയാണോ നിങ്ങളുടെയൊക്കെ അച്ഛനെന്ന്. ചിലപ്പം അതായിരിക്കുകയില്ല, ഒന്ന് ചോദിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ദേഷ്യം വരുന്ന നയന അനാമികയുടെ കാരണം തീർത്തൊരെണ്ണം കൊടുക്കുന്നുണ്ട്. അന്നത്തേക്കും ദേഷ്യം വന്നിട്ട് അനാമിക പറയുന്നുണ്ട്, നീ എന്നെ തല്ലിയല്ലേടി എന്ന്. എന്നിട്ട് തിരിച്ചടിക്കാൻ തുടങ്ങുവാണ്. അന്നേരം നയന ആ കയ്യിൽ അങ്ങ് കീറി പിടിക്കും. എന്നിട്ട് പറയും, എടി മൊന്നു മോളെ, നീ എന്നെ തിരിച്ചടിക്കാറൊന്നും ആയിട്ടില്ല. ഞാൻ ഇപ്പം ഒന്ന് അടങ്ങി നിൽക്കുന്നത് അനിയെ ഓർത്ത് മാത്രമാണ്. അതുകൊണ്ട് മര്യാദയ്ക്കിരിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്നിങ്ങനെ പറയും. എന്നിട്ട് പിടിച്ചൊരു തള്ളും കൊടുക്കും. അന്നേരം അനാമിക പറയുന്നുണ്ട്, എടി ഇത് ഞാൻ വെറുതെ വിടും, നീ ഓർക്കണ്ട, നീ എന്നെ തല്ലിയല്ലേ എന്ന് ചോദിക്കുമ്പം നയന പറയുന്നുണ്ട്, ഞാനും ഇത് വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇതിനു മുമ്പ് പല പ്രശ്നങ്ങളും ഉണ്ടായപ്പം ഞാൻ അതെല്ലാം ഒഴിവാക്കി വിട്ടതാണ്, എന്തെങ്കിലും ആകട്ടെ എന്നോർത്ത്. പക്ഷേ നീ ഇപ്പോൾ പറഞ്ഞത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്നെ ആരെന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. ഇതിപ്പം നീ എൻ്റെ അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളെയാണ് പറഞ്ഞത്, അത് ഞാൻ സഹിക്കില്ല. അതിനുള്ള പണി ഞാൻ നിനക്ക് തിരിച്ച് തന്നിരിക്കും. നീയും നിൻ്റെ അമ്മയും എല്ലാവരും കൂടി ഈ വീട്ടിൽ കാട്ടിക്കൂട്ടിയത് എന്താണ് എന്നൊക്കെ എനിക്കറിയാം. മര്യാദയ്ക്കല്ല എങ്കിൽ തെളിവ് സഹിതം ഞാൻ അതെല്ലാവരുടെ മുമ്പിലേക്ക് നിരത്തും. അതോടെ തീർന്നു, നീ അതൊന്ന് ഓർക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നയന അങ്ങ് പോകുമ്പം ഇത്തിരി പേടിയും ദേഷ്യവും ഒക്കെ കലർന്ന് ഇങ്ങനെ നിൽക്കുവാണ് അനാമിക. അങ്ങനെ ഈ സംഭവം നയന നവ്യയുടെ അടുത്ത് പോയി പറയുന്നുണ്ട്. അപ്പം നവ്യയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അന്നേരം നയന കൂടെ പറയുവാണ്, എനിക്ക് ദേഷ്യം വന്നു, എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ സഹിച്ചേനെ. ഇതിപ്പം നമ്മുടെ അച്ഛനെയും അമ്മയും ഈ രീതിയിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവളെ അടിച്ചത് എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, നീ അടിച്ചതിൽ ഒരു തെറ്റുമില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ മുഖത്തിട്ട് 2 എണ്ണം കൂടെ വെച്ച് കൊടുത്തേനെ. ഏതായാലും ഞാൻ അവിടെ ഇല്ലായിരുന്നല്ലോ. നീ പറഞ്ഞ പോലെ തന്നെ അവൾ ഈ കാണിച്ച അഹങ്കാരത്തിന് തിരിച്ചടി കൊടുത്തേ പറ്റുള്ളൂ. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ നീ ചെയ്തു, ഞാൻ കൂടെ ഉണ്ടാകുമോ എന്ന് നവ്യ പറയുക. അന്നേരം നയന പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും അനിയും നന്ദുവും തമ്മിൽ കാണാതിരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അവളെ കാണുമ്പോഴൊക്കെ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞാണ് ഉപദേശിച്ചിട്ടുള്ളത്. എന്നിട്ടും അവൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നാളെ നന്ദു ആ വീട്ടിൽ വരണം. അവളെ നല്ല രീതിയിൽ അനാമിക സ്വീകരിക്കുകയും ചെയ്യണം. എങ്കിലേ എനിക്ക് എൻ്റെ ആ ദേഷ്യം അങ്ങ് മാറുള്ളൂ. അങ്ങനെ അവൾ പറഞ്ഞാൽ കൊള്ളിയല്ലോ എന്നിങ്ങനെ നയന പറയുക. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഞാൻ അവളെ ഒന്ന് വിളിക്കുന്നുണ്ട്. ഏതായാലും നീ വീട്ടിലേക്ക് പൊക്കോ. അവളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് തന്നെയാണ് കേട്ടോ നവ്യ പറയുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ നവ്യ പറയുന്നുണ്ട്, നമ്മളെപ്പോഴും അനിയും നന്ദുവും തമ്മിൽ ഒന്നിക്കാതിരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അവരെ അതിനു വേണ്ടിയാണ് ഉപദേശിച്ചിട്ടുള്ളത്. എന്നിട്ടും അവൾ ഈ രീതിയിലൊക്കെ സംസാരിച്ച സ്ഥിതിക്ക് ഇങ്ങനെ തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത്. നന്ദുവിനെ ആ വീട്ടിൽ വിളിച്ചു വരുത്തി നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് തന്നെ വിടണം. ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം, ഞാൻ അവളെ വിളിച്ചോളാം എന്ന് തന്നെ നവ്യ പറയുന്നു. ഏതായാലും നയന അവിടെ നിന്ന് പോരുവാട്ടോ. പോന്നു കഴിയുമ്പോഴും നല്ല ദേഷ്യത്തിൽ തന്നെയാണ് നവ്യ നിൽക്കുന്നത്. നമ്മുടെ അച്ഛനെ പറ്റിയും അമ്മയെ പറ്റി ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അവൾക്ക് ഇതിനുള്ള തിരിച്ചടി കൊടുക്കണം, അല്ലെങ്കിൽ അവൾ ആ വീട്ടിൽ കാണില്ല എന്ന് തന്നെ നവ്യ പറയും. ഈ സമയം അനാമിക വീട്ടിൽ ദേഷ്യപ്പെട്ടിരിക്കുവാണ്. അവൾ ഇടയ്ക്കിടയ്ക്ക് മുഖമൊക്കെ ഒന്ന് തടവുന്നുണ്ട്. ദേഷ്യം എരച്ച് കയറി വരുവാണ്. ആ സീൻ ഓർക്കുമ്പോൾ, നയന അടിച്ച സീൻ ഓർക്കുമ്പോൾ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നവ്യ ഫോൺ വിളിക്കുന്നത്. ഫോൺ വിളിക്കുമ്പോഴും എന്തിനാടി വിളിച്ചത് എന്നാണ് അനാമിക ചോദിക്കുന്നത്. അന്നേരം നവ്യ പറയുന്നുണ്ട്, ഇന്ന് എൻ്റെ അനിയത്തി നിൻ്റെ കാരണം തീർത്തോളം തന്നു എന്ന് ഞാൻ അറിഞ്ഞു. അതിൻ്റെ ബാക്കി പറയാനാണ് ഞാൻ വിളിച്ചത്. നാളെ നന്ദു ആ വീട്ടിലോട്ട് വരുന്നുണ്ട്. അവളെ നല്ല രീതിയിൽ നീ സ്വീകരിക്കണം എന്ന് പറയും. അന്നേരം അനാമിക പറയുന്നുണ്ട്, നീയും നിൻ്റെ അനിയത്തിയും എല്ലാം കൂടി എന്നതാണ് ഉദ്ദേശിച്ചേക്കുന്നത് എന്ന് എനിക്കറിയാം. ഏതായാലും എന്നെ അതിന് കിട്ടില്ല എന്ന് പറയുമ്പോൾ നിന്നെ അതിന് കിട്ടും. അല്ലെങ്കിൽ ആ വീട്ടിൽ നടന്ന സംഭവങ്ങൾ മൊത്തം തെളിവ് സഹിതം ഞാൻ എല്ലാവരോടും വിളിച്ച് പറയും. പിന്നെ നീ ആ വീട്ടിൽ കാണത്തില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങ് ഫോൺ വെക്കൂട്ടോ പെട്ടെന്ന്. അന്നേരം ഇനി എന്ത് ചെയ്യണം എന്നോർത്ത് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് അനാമിക. അതുകൊണ്ട് തന്നെ അനാമിക നേരെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തോട്ട് ചെല്ലുന്നു. അന്നേരം വേണു പറയുന്നുണ്ട്, ഇതിലിപ്പോൾ എന്താ മോളെ ചെയ്യാൻ പറ്റുന്നത്? അതിന് മോൾക്കറിയാലോ, 2 തവണ ഞങ്ങൾ അടികിട്ടി ഈ വീട്ടിൽ കിടന്നു, എന്നിട്ട് നമുക്കൊന്നും പ്രതികരിക്കാൻ പറ്റിയിട്ടില്ല. ഏതായാലും നമ്മളുടെ ഉദ്ദേശം
ഉദ്ദേശം എന്താണെന്ന് മോൾക്കറിയാലോ. അനിയുമായിട്ട് ഒരുമിച്ച് ജീവിക്കുക എന്നൊന്നുമല്ല നമ്മുടെ ഉദ്ദേശം. നമുക്ക് വേണ്ടത് ആ വീട്ടിൽ നിന്ന് നേടിയെടുക്കണം. അതിനുവേണ്ടി മോൾ കുറച്ചൊക്കെ സഹിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് ഉപദേശിക്കുന്നത്. അത് അനാമികയ്ക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം നന്ദുവിൻ്റെയും നയനയുടെയും മുമ്പിലൊക്കെ തോക്കാൻ പോവുകയാണല്ലോ അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ. അതിന് കഴിയുന്നില്ല. അന്നേരം വേണു പറയുന്നുണ്ട്, നമുക്ക് അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് അടിച്ചു മാറ്റി കൊണ്ടുവരാനുള്ള സാവകാശം കിട്ടണം. അതല്ലെങ്കിൽ ഇതൊന്നും വേണ്ട എന്ന് കരുതി മോൾ ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടി വരും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അവസ്ഥ മോൾക്കറിയാലോ എന്നൊക്കെ പറയുന്നു. അന്നേരം രേവതിയും പറയുന്നുണ്ട്, മോളെ നമ്മുടെ കഷ്ടപ്പാട് മോൾക്കറിയാലോ, അതുകൊണ്ട് മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. അല്ലാതെ ഇപ്പോഴത്തെ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവളുമാരെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തെളിവ് സഹിതം എല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോള് മാത്രമല്ല അമ്മയും കുടുങ്ങും എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശിക്കുന്നു അവർ. അങ്ങനെ ഉപദേശിച്ച് അനാമികയോട് നന്ദുവിനെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിൽ എത്തിക്കുകയാണ് അനാമികയെ. അന്നേരം വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ട് ഞാൻ ചെയ്യും, അല്ലാതെ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞിട്ട് അനാമിക അവിടെ നിന്ന് പോരുക. അവിടെ നിന്ന് പോരുന്ന അനാമിക പയ്യെ നയനയുടെ അടുത്തോട്ട് ചെല്ലുവാണ്. വീട്ടിൽ ആനന്ദപുരി വന്നതിന് ശേഷം. എന്നിട്ട് ആദ്യമായിട്ട് നയനെ ഏട്ടത്തി എന്ന് വിളിക്കുക. അന്നേരം തിരിച്ച് നിന്നിട്ട് നയനെ ചോദിക്കുക, നീ ഇപ്പോൾ എന്താ വിളിച്ചത് തന്നെ? എനിക്ക് ഞാൻ ശരിക്കും കേട്ടില്ല, എന്നാ നീ വിളിച്ചത് കഴിയുമ്പം ഏട്ടത്തി എന്നാന്ന് പറയും. അന്നേരം അങ്ങനെയല്ലല്ലോ നീ ഇത്രയും കാലം വിളിച്ചുകൊണ്ടിരുന്നത്, എടീന്ന് നീ നോക്കിയല്ലേ, ഇപ്പം എന്താ പെട്ടെന്ന് അങ്ങ് മാറ്റിയെന്ന് ചോദിക്കും. അന്നേരം അതിന് മറുപടി പറയാതെ അനാമിക പറയുവാണ്, എന്നെ നവ്യയെടുത്ത് വിളിച്ചായിരുന്നു, നന്ദു ഇങ്ങോട്ട് വരും, നന്ദുവിനെ നല്ല രീതിയിൽ സ്വീകരിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, അത് ഞാനും ചേച്ചിയും കൂടെ എടുത്ത തീരുമാനം തന്നെയാണ്. നന്ദു ഇങ്ങോട്ട് വരരുത്, അനിയെ കാണരുത് എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ എല്ലാം തീരുമാനം. പക്ഷെ നീ ഇത്രയൊക്കെ ഇന്ന് വിളിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നന്ദു ഇവിടെ വരും, അനിയെ കാണും, ഇവിടെ നല്ല രീതിയിൽ അവളെ സ്വീകരിക്കുകയും ചെയ്യും, അതിന് നീയും കൂടെ ഉണ്ടാകും എന്നിങ്ങനെ പറയും കേട്ടോ. അന്നേക്കും ആകെ വിഷമമാണ് അനാമികയ്ക്ക്. പക്ഷേ വേറെ നിവൃത്തിയില്ലല്ലോ. അന്നേരം അനാമിക പറയുന്നുണ്ട്, ഞാൻ ആ പറഞ്ഞത് തെറ്റാണ്, ഞാൻ സമ്മതിച്ചു, പക്ഷെ അതിനുള്ള ശിക്ഷ എനിക്ക് അന്നേരം തന്നെ തന്നായിരുന്നല്ലോ എന്നിങ്ങനെ പറയുക. അന്നേരം നയന പറയുന്നുണ്ട്, ഒരടി അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേദന പെട്ടെന്ന് അങ്ങ് മാഞ്ഞു പോവും. പക്ഷേ നീ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, അതെൻ്റെ മനസ്സിൽ കിടന്നങ്ങ് നീറുവാണ്, അത് പെട്ടെന്നൊന്നും പോകത്തില്ല. അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയെങ്കിലും ചെയ്യുന്നത്, എങ്കിലേ എനിക്കൊരു മനസ്സമാധാനം ആവുകയുള്ളൂ. അതുകൊണ്ട് നന്ദു വരുമ്പോൾ മര്യാദയ്ക്ക് നിൻ്റെ എന്നത്തെയും പോലത്തെ ചാട്ടവും തുള്ളലും ഒന്നുമില്ലാതെ മര്യാദയ്ക്ക് നന്ദുവിനോട് സംസാരിച്ചോണം. അതുപോലെ തന്നെ നന്ദുവിന് ഭക്ഷണം വിളമ്പി കൊടുക്കേണ്ടത് നീയാണ്. അത് ആ രീതിയിൽ നീ മര്യാദയ്ക്ക് ചെയ്തോണം, അല്ലെങ്കിൽ നീ ഈ വീട്ടിൽ കാണിയില്ല. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം എന്നോടെ പറഞ്ഞിട്ട് നയനെ അങ്ങ് പോകുമ്പോൾ നിവൃത്തിയില്ലാണ്ട് നിൽക്കുവാണ് അനാമിക. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദുവിനെ അനി വിളിക്കും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞിട്ടില്ലേ നാളെ ഫുഡ് കഴിക്കാൻ വേണ്ടി, വരില്ലേ എന്ന് ചോദിക്കുമ്പം, എങ്ങനെയാണ് അനി ഞാൻ വരുന്നത്, എനിക്ക് ഇതൊക്കെ ഓർത്തിട്ട് പേടിയാവുകയാണ്, അതുകൊണ്ട് വന്നോ വേണ്ടിയോ എന്ന് ആലോചിക്കുവാണ് എന്നൊക്കെ പറയുമ്പം അനി പറയുന്നുണ്ട്, എനിക്ക് ഏതായാലും ആ ഒരു തീരുമാനം ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നീ വരണം, നിൻ്റെ ചേച്ചിയല്ലേ വിളിച്ചത്, പിന്നെ എന്തിനാണ് നീ മാറി നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അന്നേരം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നന്ദു. പക്ഷെ അനി സമ്മതിക്കത്തില്ല, നീ ഉറപ്പായിട്ടും വന്നേക്കണം, അതുപോലെ തന്നെ വൈകിട്ട് നിന്നെ എനിക്കൊന്ന് കാണണം, കാണാതിരിക്കരുത്, കണ്ടേ പറ്റുള്ളൂ, അഥവാ നീ വന്നില്ലെങ്കിൽ ഞാൻ ആ വീട്ടിലോട്ട് ഇടിച്ചു കയറി വരും, അതുകൊണ്ട് കാണണം എന്നൊക്കെ പറയുക. അന്നേരം എന്ത് മറുപടി പറയണമെന്ന് ഓർത്ത് ഇങ്ങനെ നന്ദു നിൽക്കുമ്പോഴാണ് ബാക്കിൽ നവ്യ നിൽക്കുന്നത് കാണുന്നത്. അന്നേരം ശരി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ അങ്ങ് വെക്കും. അന്നേരം അനി വേറെ ഏതാണ്ടൂടെ പറയാൻ തുടങ്ങുന്നുണ്ടായിരുന്നു, അതിന് മുമ്പ് ഫോൺ വെക്കും. അന്നേരം നവ്യ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരാ നിന്നെ വിളിച്ചതെന്ന്. അന്നേരം നന്ദു പറയും, എന്നെ വിളിച്ചത് എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്ന് പറയുമ്പോൾ, ഫ്രണ്ടിൻ്റെ പേര് അനി എന്നാണോ? നിൻ്റെ മുഖത്തെ ആ ഒരു പതർച്ചയും പേടിയൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, അനി തന്നെയാണ് വിളിച്ചത്, നാളെ ചെല്ലുന്ന കാര്യം പറയാൻ വേണ്ടി അവൻ വിളിച്ചത് എന്ന് പറയും. അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ നിങ്ങളിങ്ങനെ ഇടയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്യുന്നത്, ഇപ്പോഴാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നയനയാണെങ്കിൽ നയനയുടെ അമ്മായിമ്മ സ്നേഹിച്ചു തുടങ്ങി, ഇനി ആ ഭീങ്കടയൊന്നും മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാം, അതിനിടയ്ക്ക് നിങ്ങൾ ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റല്ലേ എന്നൊക്കെ ചോദിക്കുവാണ്. അന്നേരം നന്ദു പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ഒഴിവാകാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അനിയാണ് ഇങ്ങോട്ട് വന്ന് എന്നോട് സംസാരിക്കുന്നത്. പിന്നെ ഞാൻ ഒരിക്കലും ആരെയും സ്നേഹിച്ചിട്ടൊന്നുമില്ല, ആദ്യമായിട്ടാണ് അനിയോടൊരു ഇഷ്ടം തോന്നിയത്, അതുകൊണ്ട് ആ ഇഷ്ടം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ നിന്ന് പറിച്ചു കളയാൻ എനിക്ക് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ നല്ല രീതിയിലല്ല അനിയും അനാമികയും കൂടി ജീവിക്കുന്നത്, അത് അവനെയും ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. അത് അവൻ എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്, അവർ ബെഡ്റൂമിൽ പോലും ഒരുമിച്ചല്ല കഴിയുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ വിഷമിപ്പിക്കാനും പറ്റുന്നില്ല, കാരണം അവൻ അത്രത്തോളം നല്ലൊരുത്തനാണ്, അവൻ്റെ മനസ്സ് വേദനിപ്പിക്കാനെ കൊണ്ട് സാധിക്കുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ട് പോകുമ്പം അതൊക്കെ കേൾക്കുന്ന നവ്യയ്ക്കും ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ. കാരണം അത്രയും നല്ല ഒരു ചെറുക്കനായിരുന്നു, അവർ തമ്മിൽ അത്രത്തോളം ഇഷ്ടമായിരുന്നു, എന്നിട്ടും അവർ പിരിക്കേണ്ടി വന്നല്ലോ എന്നുള്ളൊരു സങ്കടമൊക്കെ നവ്യയുടെ മുഖത്തും കാണുന്നുണ്ട്. ഏതായാലും നന്ദു അനി പറഞ്ഞ പോലെ തന്നെ വൈകിട്ട് അനിയെ കാത്തു നിൽക്കുവാണ് വഴിയിൽ. അന്തേക്കും അനി വരുന്നുണ്ട്. അടുത്തോട്ട് വരുന്നതേ നന്ദു പറയും, ഇങ്ങനെയൊന്നും വേണ്ടാന്ന് ഞാൻ പലതവണ
തവണ പറഞ്ഞതല്ലേ അനി, എനിക്കാണെങ്കിൽ ആകെ ടെൻഷനാണ്, ഇതുപോലെ ടെൻഷൻ അടിച്ച ദിവസങ്ങൾ എനിക്ക് ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പം അനി വളരെ കൂളായിട്ട് ചോദിക്കും, എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, അവൾ എന്നെ സ്നേഹിക്കുന്നില്ല, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നന്ദു എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, അങ്ങനെ അവൾ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെ നമ്മൾ തമ്മിൽ കാണുന്നതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പം അനി പറയുന്നുണ്ട്, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അവൾ ഒരു നല്ല പെൺകുട്ടിയല്ല എന്ന് പറയും. എന്നിട്ട് ആ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു 2 കവർ കയ്യിലോട്ട് കൊടുക്കുക. അപ്പോൾ ഇതെന്താ എന്ന് ചോദിക്കുമ്പം അനി പറയുന്നുണ്ട്, ഇത് 2 ഡ്രസ്സാണ്, ഞാൻ തനിക്ക് വേണ്ടി മേടിച്ചതാണ്, ഇതിലേറ്റവും നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് വേണം നാളെ വീട്ടിലോട്ട് വരാൻ എന്ന് പറയുക. അന്നേരവും ഭയങ്കര സങ്കടമാട്ടോ നന്ദുവിൻ്റെ മുഖത്ത്. അന്നേരം അനി പറയുന്നുണ്ട്, ഇതൊന്നും ഓർത്ത് താൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, അവൾ എന്നെ സ്നേഹിക്കുന്നില്ല, അവൾക്ക് എന്നോട് യാതൊരു താല്പര്യവുമില്ല, എനിക്ക് തിരിച്ചും അങ്ങനെ തന്നെയാണ്. പിന്നെ അവൾ ആ വീട്ടിൽ നിൽക്കുന്നതിന് അവൾക്ക് അവളുടേതായ ലക്ഷ്യങ്ങളുണ്ട്, അതെനിക്ക് തോന്നി തുടങ്ങിയിട്ട് കുറച്ച് നാളായി എന്ന് പറയും. അന്നേരം നന്ദു ചോദിക്കും, അതെന്താണ് എന്ന് ചോദിക്കുമ്പം അവൾ ലക്ഷ്യം വെക്കുന്നത് ഞങ്ങളുടെ സ്വത്തുക്കളാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയുമ്പം ഇങ്ങനെ ഞെട്ടി നോക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.